ഹരിനാരായണ 3 മാസത്തേക്ക് ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ആ 3 മാസവും താങ്കൾ ഞങ്ങളുടെ അതിഥിയായിരിക്കും. വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ കോടതി വീട്ടിലെ ചെറിയ സന്തോഷങ്ങളിലും കൊച്ചു ദുഃഖങ്ങളിലും ഒക്കെ താങ്കൾക്കും പങ്കുചേരാം. നന്ദി പറയേണ്ടത് എനിക്കറിയില്ല ജ്യേഷ്ഠ. ഏയ് കം ഓൺ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ഇവളോടാ. മറക്കില്ല, ഒരിക്കലും ഞാൻ മറക്കില്ല. ലോകാവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാവും. ദാസനായിട്ട് പത്ത് 12 വർഷത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടുമല്ലേ, അതിന്റെയാ. ഞാനിവിടെ ചെല്ലട്ടെ, അവിടെ റസിയ കാത്തു നിൽക്കുന്നുണ്ടാവും. ഓഹോ, അവിടെ ഇരിക്കാ. ഇനിയെങ്കിലും കരച്ചിലൊന്നും നിർത്തണ്ട ഹരിനാരായണ. അങ്ങോട്ട് അങ്ങോട്ട്. കരച്ചില് നിർത്തുന്നില്ല. ഒരു ശക്കല കുഴപ്പമുണ്ട്. ഈശ്വരന്മാര് പോലും ചെയ്യാൻ മടിക്കുന്ന ഉപകാരല്ലേ ജയേട്ടന്റെ ജാതിയും അയാൾക്ക് വേണ്ടി ചെയ്തത്. ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ ഉള്ളു തിളക്കായിരുന്നു. ഇത്രയും നേരം കൺട്രോൾ ചെയ്ത പാട് എനിക്കറിയും. ചേട്ടാ, ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. താൻ എന്താ ഈ പറയുന്നേ? എന്ത് പറ്റി? തനിക്കും ഭ്രാന്ത് പിടിച്ചല്ല, അവന് ഭ്രാന്ത് തുടങ്ങി. അവൻ ആ കോടതി മുറ്റത്തിരുന്ന് പൊട്ടി പൊട്ടി കരയുക. അതവന് സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടാ കോടതി അവന് വെറുതെ വിട്ടില്ല. ഏയ്, സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടല്ല. 5 വർഷത്തിന് മുമ്പ് ഈ വെട്ടുന്നതിന് മുമ്പ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിൽ കരഞ്ഞു, ഈ എന്ന് പറഞ്ഞ്. അതേ കരച്ചിൽ അതേ ശ്രുതിയിൽ ആ വക്കീലിനെ കെട്ടിപ്പിടിച്ചവൻ ആ കോടതി മുറ്റത്തിരുന്ന് കരയ്യ, ഈ എന്ന് പറഞ്ഞ്. ഓടാ ഓടാ വക്കീലെ, തനിക്ക് ഓർമ്മയുണ്ടോ 5 വർഷത്തിന് മുമ്പ് ഞാൻ ഇനി അത് പൊക്കല്ലേ? ഞാൻ ഇനി പൊക്കി കാണിക്കും. ദേ, ഇതേ വെട്ട് അവനിന്ന് ആ വക്കീല് കവിൾന്നോ മലന്നോ കിടക്കുമ്പോൾ വെട്ടും. ഒരൊറ്റ വെട്ട് 2 മുറി. 2 മുറിയല്ല, ഒറ്റ മുറി. ഇന്ന് മുതൽ എന്റെയും നിന്റെയും മുറി ഇതാ. നമ്മുടെ സ്നേഹബന്ധം ഒരിക്കലും മുറിയാനും പാടില്ല. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് ഇനി നീ സങ്കടപ്പെടരുത്. ഈ വീട്ടിലുള്ള എന്റെ ബന്ധുക്കളൊക്കെ ഇന്ന് മുതൽ നിന്റെയും ബന്ധുക്കളാണ്. വിട്ടുപോകില്ല ജ്യേഷ്ഠ, നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. സത്യം. ശ്വാസം മുട്ടിയ ചത്തു. ഇനിയെങ്കിലും നീ കരച്ചിലൊന്നും നിർത്തണ്ട ഹരിനാരായണ. ഞാൻ പണ്ടുപോലെ ഇങ്ങനെ സന്തോഷം വന്നു കഴിഞ്ഞാ കരയും, സങ്കടം വന്നു കഴിഞ്ഞാ ചിരിക്കും. വെറുതെ എല്ലാവരും 10-12 വർഷം അതിനകത്ത് വെച്ച് പൂട്ടിയത്. ഹരിനാരായണ, ഇനി മുതൽ നീ സങ്കടം വന്ന കരയും, സന്തോഷം വന്ന ചിരിക്ക്. സന്തോഷം. ഓ, താങ്ക് ഗോഡ്. ഉണ്ടടാ, ഉണ്ട്. ആ ദേവിക്കൊരു ശക്കല നീള കൂടുതലുണ്ട്. ഇതൊരു മെഗാ സീരിയൽ ഒന്നല്ലല്ലോ, ഒരു ദേവിയല്ലേ. അത് ശകലം നീണ്ടു കിടന്നോട്ടെ. ജയേട്ടൻ പോയി നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നിമ്മതി ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇതിനല്ലേ ഇപ്പൊ തിരിച്ചു വന്നത്? പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെന്താ? ഒരു ശകലം ബാക്കിണ്ടായിരുന്നു. ഏയ്, ജയകൃഷ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അവളെ ഞാൻ കെട്ടിക്കോട്ടെ? ആരെ? രാധിക. എങ്ങനെ എങ്ങനെ എങ്ങനെ? നീ സ്നേഹിക്കുന്നതിനൊക്കെ കൂടുതൽ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളെ
പഠിക്കാൻ നിൽക്കടാ. ദേ ഈ അഭ്യാസം കയ്യിലിരിക്കട്ടെ മോനെ. കല്യാണത്തലേന്നേ ചെക്കന്മാരായിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്ന പരിപാടിയെ കുറെ ഞാനും ചെയ്തിട്ടുള്ളതാ. ആ വേല എന്റെ അടുത്തോടൂല. കിടന്നുറങ്ങാൻ നോക്കടാ. എന്നാ ശരി. ഓ കിടക്കടാ. മനുഷ്യനോരോ അതെ. ശുഭരാത്രി. ഒരു 50 ലക്ഷം രൂപ തന്നാലോ? അവളെ എനിക്ക് വിട്ടുതരുമോ? ഹരിനാരായണ, ഈ വക തമാശ ഒന്നും വേണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. നാളെ നേരം വെളുത്താൻ ഞങ്ങളുടെ കല്യാണമാ. അതിനിടയിൽ ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. നാളെ നേരം വെളുത്താലല്ലേ കല്യാണം? നേരം വെളുത്തില്ലെങ്കിലോ? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയാമോ? നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയോ? എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് സോറി. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സോറി. നന്നായി വരിക. നന്നായി വരിക. കുട്ടി ഏതാ? ഭാസ്കരൻ കുട്ടി. ആരാ മരിച്ചത്? മരിക്കേ? പുറത്ത് ജയകൃഷ്ണൻ വെറ്റ്സ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിന് ജയകൃഷ്ണൻ എപ്പോഴാ മരിച്ചത്? എടോ, ഇന്ന് ജയകൃഷ്ണ സാറിന്റെ കല്യാണമാ. ഓ സോറി. അല്ല, എപ്പോഴാ ശവം എടുക്കണത്? പൊന്നപ്പാ. എടാ പൊന്നപ്പാ. എന്താ സാറേ? ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക. ഇതിവിടെ എത്തിയോ? പൊക്ക്. നിനക്കിവിടെ ചത്തതാരാണെന്ന് അറിയണമല്ല? അറിയണം. എന്നാ കേട്ടോ, ചത്തത് നീയാ. എപ്പോ? Just 5 minutes. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല? അപ്പനിക്ക് നീ ചത്തില്ലേ? തർക്കം വേണ്ട. ഓം ക്രീം ശവശരീരായ നമഃ. എടുത്തോളൂ. എന്തിനാ എടുക്കുന്നേ? നിനക്ക് നടന്നു വെക്കൂടാ. ചത്തവരാരെങ്കിലും നടന്നു പോകോടാ തെണ്ടി. അല്പം പഞ്ഞുകൊണ്ട് എന്നെ മൂക്കിൽ വെച്ചോളൂ. എന്തിനാ? ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നാറ്റം എടുക്കാതിരിക്കാനാ. ചീഞ്ഞേനേക്കാൾ നാറ്റം ഇപ്പോഴേ ഉണ്ട്. എന്നാൽ ആ പഞ്ഞി എടുത്ത് നിന്റെ മൂക്കിൽ വെച്ചോടാ പ്രാന്ത. ഇനി വെച്ച് അധികം ചീക്കണ്ട, പിടിച്ചോ. നേരെ കുഴിയിലോട്ട് വെക്കാം. തലക്കും ഭാഗത്ത് ഈ 3 ചന്നത്തിൽ കത്തിക്കണേ. പൊന്മകൾ വന്ന പൊരുൾ കൂടി തന്ന
ഹരിനാരായണ, ഹരിനാരായണ, നിന്റെ പെണ്ണിന് കുട്ടിക്കാലം മുതൽ നീ സ്നേഹിച്ചതിന്റെ പുറപ്പെടിന് നീ എനിക്ക് വിട്ടു തന്നില്ല. എന്നെ അവളുടെ കല്യാണം നീ നടത്തി തന്നില്ല. ഈ കടപ്പാടൊക്കെ നിറക്കാതെ തീർക്കുക. വാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അയ്യേ, എന്താ ഫസ്റ്റ് നൈറ്റിൽ ആരെങ്കിലും ഉറങ്ങോ? അല്ലെങ്കിലും എനിക്കങ്ങനെ ഉറക്കം വരാറില്ല. ഉറക്കോളിയെ തന്നാ അവരെന്നെ ഉറക്കാറ്. നീ പോയി രാജീവോട് പാല് കൊണ്ടുവരാൻ പറയും. ചമ്മലുണ്ടായിരുന്നോ? എനിക്ക് ജേട്ടാ, ഇതെവിടെ പോണു? അല്ല, ഞാൻ ഈ പാല് അല്ലല്ല ബാത്റൂം പോവാ. അതിന് അടുക്കളയിലേക്കാ പോണത്? എന്താ ഇത്, ദിക്കൊക്കെ തെറ്റിയോ? പെട്ടെന്ന് എന്തോ ഓർത്ത് നടന്നപ്പോ. അവിടെ പോയി ഇരുന്നോളൂ, ഞാനങ്ങ് വന്നേക്കാം. ഏയ് ഒന്നുമില്ല. കോപ്പ് നീ എന്താ ഇരുട്ടത്ത് കാട്ടണേ? ഞാൻ കുറച്ച് പാല്. പാലൊക്കെ അവള് കൊണ്ടുവരും, നീ പൊയ്ക്കോ. അതല്ല, അവളൊരു ഗ്ലാസ് പാല് ഇങ്ങോട്ട് തരുമ്പോ ഒരു ഗ്ലാസ് പാല് ഞാൻ അങ്ങോട്ടും കൊടുക്കാന്ന് വിചാരിച്ചു, ഒരു ചേഞ്ചിന്. നിനക്കിത് എന്തു പറ്റിയടാ മോനെ? രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു വിറയിലും വെപ്രാളും. എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ ഈശ്വര. എനിക്ക് ഒരാപത്തും വരില്ല, ചേച്ചി ഒച്ച വെക്കാണ്ടിരുന്നാ മാത്രം മതി. ഗീത വന്നില്ലായിരുന്നോ? വന്നല്ലോ. അയ്യോ, ഞാൻ കണ്ടേ ഇല്ല കേട്ടോ. അമ്മാന്റെ കൂടെ തന്നെയാ വന്നത്. എന്താ ജയകൃഷ്ണ ഇത്? അമ്മാവനെ അനുഗ്രഹിക്കണം. അതിന് അവിടുന്ന് കഴിഞ്ഞു വരണോ? എടാ, ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് നന്നായി കാണാനാ. സന്തോഷം. ഇതെന്താ ഇത്? രാജകുമാരി സോചാ ലാനനാരി തനനീ നാനീ. ഹരിനാരായണ, ദാ പാല്. മണവാട്ടിയല്ലേ പാല് കൊണ്ടുവരേണ്ടത്? അതെ, പക്ഷെ ഈ പാല് ആദ്യം കുടിക്കേ. എന്താ ഇവിടെ അങ്ങനെ വല്ല ചടങ്ങുണ്ടോ? ഇല്ല, ഉണ്ട് ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്. എന്താ എന്നാ പറയണ്ടേ? കൊണ്ടോ. ഇത് നിനക്കുള്ള അന്ത്യചുംബനം. ഇനിയുള്ളത് ആദ്യചുംബനം. അതവൾക്ക്, രാധികയ്ക്ക്. ഹലോ ഹലോ ഹലോ, ഹലോ. ഡോക്ടർ റസിയുടെ വീടല്ലേ? സോറി, റോങ് നമ്പർ. ഓ സോറി. മോശം. ഇനി റസിയാടെ ചങ്ങാതിമാരാരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കണം. നിങ്ങളാ ഫോൺ എടുക്ക്. ഡോക്ടർ റസിയുടെ വീടല്ലേ? അതെ. നിങ്ങളാരാ? ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മതി, ഡോക്ടർക്ക് എന്നെ അറിയാം. എങ്കിൽ അഡ്രസ് പറഞ്ഞോളി. ഓളുടെ കല്യാണക്കുറി എഴുതുക, ഒരെണ്ണം നിങ്ങൾക്ക് വയ്ക്കാം.
അതൊക്കെ പിന്നെ അയക്കാം. ഇതൊരു അത്യാവശ്യ കാര്യ. ഓൾക്ക ഒരു ജയകൃഷ്ണൻ എന്താ കാര്യം? ആവോ ആർക്കെങ്കിലും പ്രാന്തളകിയിട്ടുണ്ടാവും. റസിയ, അനക്കൊരു ഫോണുണ്ട്. അത് ശരി, നിന്റെ കിന്നാരം പറച്ചിൽ ഇനിയും തീർന്നില്ല. ഒരു മിനിറ്റ്. ഹലോ റസിയ, ഇത് ഞാനാ. എന്താ ജയകൃഷ്ണ? ഹരിനാരായണ ഭ്രാന്തളകി. അതെ, അവൻ ഭ്രാന്തനാ, മുഴുഭ്രാന്തൻ. ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യൂ. അതെ, ഞാൻ നാളെ വിളിക്കാം. അതെന്തൊരു ഏർപ്പാടാ. കല്യാണത്തിന് മുമ്പൊന്ന് സൊള്ളുന്നതിന്റെ സുഖം കളയല്ല മോളെ. ഇതൊരു അത്യാവശ്യ കാര്യ. ആണോ? ആരീ ജയകൃഷ്ണൻ? എന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ നാളെ വിളിക്കാം. ഗുഡ് നൈറ്റ്. എടാ ദ്രോഹി ജയകൃഷ്ണ, നീ എന്നെങ്കിലും കല്യാണം കഴിക്കുമ്പോ നിന്റെ ഫസ്റ്റ് നൈറ്റ് തൊലഞ്ഞു പോടാ. തൊലഞ്ഞു, ഒക്കെ തൊലഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. രാധികയോട് വല്ലതും പറഞ്ഞോ? ഇല്ല. ഒരു പൂച്ച വട്ടം ചാടിയാ പോലും ബോധം കെട്ട് വീണവള അവള്. അവള് തെങ്ങാനും അറിഞ്ഞ അപ്പ അവളുടെ കാറ്റ് പോവും. എനിക്ക് തന്നെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എങ്കിൽ രാധിക വരുന്നതിന് മുമ്പ് അയാളെ മുറിന്ന് മാറ്റ്. ചിലപ്പോ ഉറങ്ങി എണീക്കുമ്പോ അയാൾ നോർമൽ ആവും. ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. ഓ, താടിക്ക് മാത്രമുള്ള 100 കിലോ. രാധികേ, ഫസ്റ്റ് നൈറ്റിന് ടൈം ആയിട്ടില്ല. നീ പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാ. എന്താ അത്? അയ്യേ, എന്താ ഒരു സ്മെല്ല്. പോയി കുളിച്ചിട്ട് വാ. ചെല്ല. ഞാനിപ്പോ കുളിച്ചേള്ളൂ. ആണോ? പക്ഷെ എവിടെയോ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടല്ലോ. നിന്നെ തന്നെയാ. ഒന്നുകൂടി കുളിച്ചിട്ട് വാ. ചെല്ല്. താങ്ക് യു. ജയേട്ടന്റെ ഫ്രണ്ടില്ലേ ഡോക്ടർ റസിയ, അന്ന് അവൾ അടിച്ച അതേ പെർഫ്യൂമാ ഞാനിപ്പോ അടിച്ചിരിക്കണേ. അന്ന് അതിന് നല്ല മണാന്ന് പറഞ്ഞ് വലിച്ചു കയറ്റുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങനെ ബാഡ് സ്മെൽ ആയത്. രാധികേ, നീ ഇനി ഇതിനിടയിൽ ഒരു ഉപകഥ ഉണ്ടാക്കല്ലേ. ഞാനൊന്നും ഉണ്ടാക്കില്ല. ഒക്കെ ക്ഷമിച്ചു തരും ഞാൻ. കാരണം ജയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ജയേട്ടനെന്തൊരു ശബ്ദം ഉണ്ടാക്കണേ? കൂർക്കം വലിച്ചതാ. ഉറങ്ങണേന് മുമ്പേ ജയേട്ടൻ കൂർക്കം വലിക്കോ? വലിച്ചു പോകും. രാധികേ, രാധികേ, രാധികേ. എന്താ ജയേട്ടൻ എന്താ പറ്റിയ? മിമിക്രി പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാ. ജേട്ടാ, ജേട്ടാ,
അയ്യോ എന്താ ചേട്ടാ? എന്താ വെള്ളം വേണോ? എന്താ ചേട്ടാ വെള്ളം വേണോന്ന്? ശരിയാക്കി തരടാ. എന്റെ കൈ നിന്നെ നിന്നെ ശരിയാക്കി തരടാ. കൂടെ മാത്രം മോളെ എന്ത് പറ്റി മോളെ? മോളെ ഒന്നുമില്ല. പേടിക്കണ്ട പേടിക്കണ്ട. ആരും കരയണ്ട. ഒന്നുമില്ല. കണ്ണു തുറക്ക്. മോളെ എന്ത് പറ്റിയടാ ഇവൾക്ക്? എന്തോ കണ്ട് പേടിച്ചതാ. എന്ത്? അത് അച്യുതാ വണ്ടി എടുക്ക. എന്തോ ഒരു ഒച്ച കേട്ടത്. എന്ത് പറ്റി ചേട്ടാ? കട്ടിന്റെ ഇടയിൽ ഒരു പീസ് കിടപ്പുണ്ട്. അതിനെത്രയും പെട്ടെന്ന് മുറിയുന്നെടുത്ത് മാറ്റിയതേ. അല്ല ഈ ബാബ ദൈവമേ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ നീ ഒരു സുന്ദരിയാടി. സുന്ദരിയല്ല സുന്ദരനാ. അതെ സുന്ദരൻ. നമുക്ക് ആദ്യം ഉണ്ടാകുന്ന കുട്ടിക്ക് സുന്ദരൻ എന്ന് പേരിടാം. ഹരിനാരായണ പോയി. സൂക്ഷിച്ച് സൂക്ഷിച്ച്. ഞാൻ പിടിക്കും. അവനെ ആ മുറിന്ന് മാറ്റിയോ? അല്ല, അയാൾ അങ്ങനെ അതിനകത്ത് വന്നു. രാധികയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് മണിയറ കയറി ഇരിക്കുകയായിരുന്നടാ. എന്റെ ഈശ്വരൻ, ഇനി എന്താ ചെയ്യാ? ആ സാധനം അവിടെ ഞാൻ ചുമന്നു കൊണ്ടുവന്ന വരാന്റെ കിടത്തിയുണ്ട്. ഇനി ഒരുപാട് ചുമക്കേണ്ടി വരും. വാ എടുത്തോ, നിന്റെ മുറി കിടത്താം. അവിടെ തന്നെ കിടത്തണോ? എന്തൊരു ഭാരം. ഒരു കാട്ടുപോത്തിന്റെ വെയിറ്റ് ഉണ്ട് ഈ പണ്ടാറത്തിന്. പൊന്നപ്പ, ഇതാരാടാ? എന്റെ അമ്മോ, ഇതിൽ അവനാ മറ്റേ എക്സാഭ്രാന്തൻ. ഞാൻ എന്റെ കേസ് സാറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കണ കണ്ടത്. എന്നിട്ട് ചീയനേക്ക് മുമ്പ് ഞാൻ അതിന് ടക്കനെന്ന് കുഴിച്ചിട്ടു. ലവിടെ. അയ്യോ എടാ, നിന്നെ ഞാൻ. അയ്യോ വേണ്ട പൊന്നപ്പ തെരയടാ. ലോനപ്പാ, തല ലവിടെ, ലുടൽ അതിന്റെ ലപ്പുറത്താട്ടോ. ചവിട്ടി എവിടെയല്ലേ? എം.എൽ.എമാരെ തെരഞ്ഞെടുക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു പ്രാന്തനെ തെരഞ്ഞെടുക്കുന്ന ആദ്യമായിട്ടാണ്. വലിച്ചൊന്നുണ്ടെങ്കിൽ ഇയാളെ പൊക്കണ്ടോ? ശ്വാസമുണ്ടോ? ശ്വാസം ഉണ്ടാ. രാധികേ, രാധികേ. നേരം വിളിക്കുന്നവരെ നീ പണ്ടാരത്തിന് കാവൽ നിന്നോളാം. ഞാനൊന്ന് മണിയറയിലേക്ക് ചെല്ലട്ടെ. രാധിക കാത്തിരിക്കുന്നുണ്ടാവും. ഇയാളെങ്ങനെ പാതിരക്ക് എണീറ്റാലോ? എന്ത് പ്രശ്നം ഉണ്ടായാലും നീ മാനേജ് ചെയ്തോളാം. പക്ഷെ ഒച്ച മാത്രം പുറത്തു കേൾക്കരുത്. എന്റെ കഴുത്തി പിടിച്ചേക്കാലോ? കഴുത്തെ പിടിച്ചേക്ക് ഒച്ച വെച്ചോ, ശബ്ദം പുറത്തു കേൾക്കില്ല. രാധികേ, സോറി, റോങ് നമ്പർ. രാധികയല്ല, ഭാസ്കരനാ. കുഴപ്പമില്ല, ഏതായാലും വന്ന പ്രോഗ്രാം നടക്കട്ടെ. എനിക്കട പ്രാന്ത.
താല്പര്യമില്ല. മനുഷ്യനെ പേടിപ്പിക്കാൻ ഇങ്ങോട്ട് ഇനി വന്നാണ്ടല്ലോ. എന്നെ സാറിന് പേടിയാണെങ്കിൽ ആ കൊലപാതകി ഹരിനാരായണ പ്രാന്തന സാർ അത്രമാത്രം പേടിക്കണം. കൊലപാതകിയോ? അതെ സാറേ, അവൻ ആശുപത്രിയിൽ വെച്ച് ഒരു ഗാർഡിനെ കൊന്നിട്ടുണ്ട്. എന്തിനാ കൊന്നത്? അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എപ്പോഴേ നോർമലായി പോയേനെ. നാട്ടുകാരെന്നെ പ്രാന്താന്ന് വിളിച്ചോ? എന്തായാലും ആ ശവത്തിന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടി. ഹലോ, ഫസ്റ്റ് നൈറ്റ് ആയിട്ട് ഇതുവരെ ഉറങ്ങിയില്ലേ? ഒരു ഇന്റർവെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയതാ. പാദങ്ങളും മതിയുടെ അച്ഛതാ, ആകപ്പാടെ നൂൽവണ്ണത്തിലുള്ള കാല, അത് ഇനി വരച്ച പൊടിഞ്ഞു പോവും. ചാച്ചിക്ക് അറിയാഞ്ഞിട്ടാ. നമ്മൾ എന്തു പാവം ചെയ്താലും കാല് കഴിയാ അതോടെ തീർന്നു. ഒരാളിന്റെ വൃത്തി അയാളുടെ കാലിൽ നിന്നറിയാം. പല പ്രേമങ്ങളും തുടങ്ങുന്നത് തന്നെ കാലിൽ നിന്നല്ലേ? ശകുന്തലയുടെ കാലിലല്ലേ ഗർഭമുന കൊണ്ടത്? അയ്യോ, ഗർഭമുന അല്ലടാ, ദർഭമുന. അതെന്തൊരു മോനായാലും കൊണ്ടത് കാലിൽ തന്നല്ലോ. ഇതെന്തിനാ സാറേ തലയിൽ ആപ്പിൾ വയ്ക്കുന്നത്? ഫോട്ടോ എടുക്കാനാണോ? അതൊക്കെ പറയാം. നീ ശബ്ദിക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യരുത്. ഇല്ല, എന്നെ കൊന്നാലും ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. എന്ത് കളിയാണ് കളിക്കാൻ പോണത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇന്നലെ രാത്രി എന്റെ മണിയറയിൽ ആരാടാ വന്നത്? സത്യം പറഞ്ഞോണം. അയ്യോ, ഞാനല്ല, എനിക്കറിയില്ല. നീ അറിയാൻ നിന്റെ കാലങ്ങനെ എന്റെ കട്ടിലടിയിൽ വന്നടാ. സത്യമായിട്ട് ഇന്നലെ ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ രണ്ട് കാലം എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കാല് മാറുന്ന കാലല്ല, കലിപ്പണി കാണിക്കായില്ല. നിന്റെ അല്ലെങ്കിൽ പിന്നെ ആരുടെ കാലാടാ രാധിക കട്ടിലടി കണ്ടതോ? ഇതെന്ത് ചോദ്യം? മണിയറെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ജയകൃഷ്ണ സാറിന്റെ കാല് തന്നെ ആവും, അല്ലാതെ പിന്നെ അവിടെ യാത് കാല് വരായ്യോ. സാറേ, എന്റെ നിന്റെ ചാരിത്രത്തിൽ സംശയിച്ചു ഈ സാറ്. എന്താ ഹരി ഇതൊക്കെ? അയ്യോ സോറി. പിന്നെ ഞാനും എന്റെ ഭാര്യയും കട്ടിലിൽ കിടക്കുമ്പോ കട്ടിലിനടിയിൽ വന്ന് കിടക്കുന്നവനെ ഞാൻ വെറുതെ വിടണോ? വിടില്ല ഞാൻ, അതാരായാലും ഞാൻ വെറുതെ വിടില്ല. പൊന്നപ്പ കൈവിടിയല്ലേ. ഹരിനാരായണ, എന്താ ഇതൊക്കെ? വാ, നമുക്കൊന്ന് ആശുപത്രി പോയിട്ടാം. എന്തിനാ? അസുഖം വന്നാ പിന്നെ ആശുപത്രി പോണ്ടേ ഹരിനാരായണ? അസുഖം? നിനക്കെന്താ അസുഖം? എനിക്ക് എന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. ശരിയാ, നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. ആ, ആ, അല്ലെങ്കിൽ നീ എന്റെ കട്ടിലടിയിൽ വന്ന് കിടക്കില്ലായിരുന്നല്ലോ. അത് തന്നെ. ഇനി വെച്ച് വൈകിക്കണ്ട. ഓ, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണണം. ആ. അല്ലെങ്കിൽ ആ. ഇനിയും നീ രാധികയുടെ പുറകെ നടന്ന് ഭ്രാന്ത് കാണിക്കും. അയ്യോ. പെട്ടെന്ന് റെഡിയായിക്കോ. ഓ, ഓ. ഞാൻ ഒരു സത്യം പറയട്ടെ. എന്താ? അയാൾക്ക് വട്ടാ. ഒന്ന് കുഴിച്ചു മൂടും ഞാൻ. ജയേട്ടൻ വേഗം പോയി കുളിച്ചിട്ട് വരൂ. ഞാൻ ഹരിനാരായണന് വട്ടം എന്നുള്ള കാര്യം എല്ലാവരും അറിയിച്ചിട്ട് വരാം. ഈ വിവരം നീ ആരോടെങ്കിലും പറഞ്ഞ ഈ ഉണ്ട നിന്റെ തൊണ്ടേക്കേറ്റ് ഞാൻ. ഡാ, ഈ ഒരു കേസ് ജയിച്ചതിന്റെ പച്ചപ്പില ഞാൻ ഈ വീട്ടിലും നാട്ടിലൊക്കെ തല ഉയർത്തി പിടിച്ച് നടക്കുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇറക്കിക്കൊണ്ടുന്നൊരു ഭ്രാന്തനെയാണെന്ന് അറിഞ്ഞ അതോടെ ഞാൻ എല്ലാവരുടെയും മുമ്പില് അയ്യോ ഒരു കോമാളിയായിട്ട് മാറും. ഇപ്പൊ 4-5 കേസ് കയ്യിലുണ്ട്, അതും പോവും. മാത്രമല്ല ഒരു മുഴു ഭ്രാന്തന് വേണ്ടിയിട്ടാണ് രാധിക ജാമ്യം നിന്നിരിക്കുന്നതെന്ന് അറിഞ്ഞ പിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും മനസ്സമാനത്തോടെ കിടന്നുറങ്ങുവോ? എന്തിനാ എല്ലാവർക്കും വെറുതെ മനസ്സമാനക്കേട് ഉണ്ടാക്കുന്നത്? 3 മാസത്തേക്ക് അവനെ ജാമ്യത്തിലെടുത്തിരിക്കുന്നത്. അതുവരെ അനുഭവിക്കാനുള്ളത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ജയേട്ടൻ ഒറ്റയ്ക്കല്ല, ജയേട്ടന് തുണയായി ജയേട്ടന്റെ കൂടെ എപ്പോഴും ഈശ്വരൻ ഉണ്ടാവും. നീയും ഉണ്ടാവും കൂടെ. നീ വീട്ടിലൊക്കെ ഒന്ന് പോയി യാത്രയൊക്കെ പറഞ്ഞിട്ട് വാ. ഇനി പോകാൻ പറ്റുമോ ഇല്ലയോന്ന് ആർക്കറിയാം. ഒരു മറ്റേടുത്ത സോപ്പിലായി പോയി. എന്താ ഒരു ശബ്ദം കേട്ടെ? നീ തോക്കെടുത്തോണ്ട് എവിടെ പോയതാ? അത് പിന്നെ അയ്യോ സോറി, പിന്നെ ഉന്നം നോക്കാൻ വേണ്ടി പോയതാ. ജയേട്ടൻ കുളിക്കായിരുന്നില്ലേ? അതെ, കുളിക്കുന്നവർക്ക് എന്താ ഉന്നം നോക്കിക്കൂടെ? കുളിച്ചോണ്ടിരിക്കുമ്പോ ഉന്നം നോക്കുന്ന എന്റെ ഒരു ശീല. അയ്യോ
എന്താടാ അച്യുത? ഇത് കണ്ടോ സാറേ, ഇവിടെ ഒരു കുഴി. ഇന്നലെ രാത്രി വരെ ഇവിടെ ഒരു കുഴിയേ ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ആരെങ്കിലും വാഴ നടാൻ വേണ്ടി കുഴിച്ചായിരിക്കേ. അതിനെന്തിനാ അത്രയും നീളം? വാഴ കടത്തിയാണോ നടന്നത്? അയ്യോ, പിന്നെയും വെടി. ജയേട്ടാ, ഇന്നലെ രാത്രി ജയേട്ടൻ മാത്രല്ലേ പുറത്തുണ്ടായിരുന്നുള്ളൂ? എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം ജയേട്ടൻ വാഴ നടാൻ കുഴിയെടുക്കായിരുന്നോ? അല്ല, അത് പിന്നെ ഈ കുഴി ഞാൻ കുഴിച്ചൊന്നുമല്ല. ആരും കുഴിച്ചല്ലെങ്കിൽ പിന്നെ കുഴി താനേ ഉണ്ടായതായിരിക്കും. ആ ഇതതാ ഏത് പ്രതിഭാസം? പ്രതിഭാസോ? ആ പത്രങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? ചുവന്ന മഴ, മഞ്ഞ മഴ, കിണർ താനെ മൂടി പോവാ. ഇതിപ്പോ കുഴി താനെ മുളച്ച്. അയ്യോ സോറി. എനിക്ക് ഡോക്ടർ നമ്പ്യാരെയാണ് കാണേണ്ടത്. കാണാം, അതിനുമ്പ് കണ്ണും തുറക്കും. പിന്നെ ഇത്രയും നേരം ഞാൻ തുറന്നത് കണ്ണല്ലാതെ. പ്ലീസ് നമ്പ്യാർ ഡോക്ടറെ വിളിക്കുക. ഇത് പ്രശ്നം വേറെയാ. റിലാക്സ് റിലാക്സ് റിലാക്സ്. ഡോക്ടർ നമ്പ്യാർ സ്ഥലം മാറിപ്പോയി, പകരം വന്ന ഡോക്ടറാണ് ഞാൻ. അയ്യോ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഡോക്ടർ നമ്പ്യാർക്ക് മാത്രമേ എന്റെ പ്രശ്നങ്ങൾ അറിയൂ. ഓക്കെ, താങ്കൾ ഭയപ്പെടണ്ട. പ്രശ്നം എന്താ വെച്ചാ എന്നോട് പറയൂ. ഐ ക്യാൻ ഹെൽപ്പ് യു. പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ. കൂട്ടിട്ട തെണ്ടിയില്ലേ ഹരിനാരായണൻ, അവന് പ്രാന്ത. ഡോക്ടർ അവനെ ഒന്ന് പരിശോധിച്ച അവന് വട്ടാണെന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലാവും. അവനെ ഈ ആശുപത്രിയിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യണം. ഡോണ്ട് വറി ജയകൃഷ്ണൻ, കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഒക്കെ ഞാൻ ശരിയാക്കാം. ഓക്കെ, താങ്ക് യു. മിസ്റ്റർ ഹരിനാരായണൻ ഇങ്ങോട്ട് വന്നിരിക്കൂ. അയ്യോ, ഹരിക്ക് ഉറക്കം നല്ല പോലെ കിട്ടുന്നുണ്ടോ? സൂര്യൻ അസ്തമിച്ച അപ്പ ഞാൻ ഉറങ്ങിപ്പോവും. താങ്കൾക്കോ? എന്റെ ഉറക്കമൊക്കെ പോയിട്ട് നാളെ എത്രയായി ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേത്. ആ, അതെ അതെ അതെ. തലയുടെ പിൻഭാഗത്ത് ഒരു പെരുപ്പ് പോലെ തോന്നുന്നുണ്ടോ? എന്നോടാ പെരുപ്പ് പെരുപ്പ് പെരുപ്പ്? അല്ലല്ല, ജയേഷിനോടാ. ഡോക്ടർ എനിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഓ യെസ് യെസ്. ഉറക്കമില്ലാതെ കിടക്കുമ്പോ എഴുന്നേറ്റോടണമെന്ന് തോന്നുന്നുണ്ടോ ജയകൃഷ്ണന്? ജയേട്ടൻ അവിടെ ഇരിക്കെ. രാധിക, നിനക്ക് മനസ്സിലായില്ലേ? ഇയാളെന്നെ ഭ്രാന്തനാക്കാൻ നോക്കുക. എനിക്ക് ഡോക്ടർ നമ്പ്യാരെ കാണണം, അല്ലെങ്കിൽ ഡോക്ടർ റസിയെ. ഡോക്ടർ നമ്പ്യാർ ബാംഗ്ലൂരാ. പിന്നെ ഇന്ന് റസിയുടെ കല്യാണം അല്ലേ? ഇദ്ദേഹം വളരെ പേര് കേട്ട ഡോക്ടറാ മോനെ. ജയകൃഷ്ണ, ഇതെന്താണെന്ന് പറയാമോ? നിന്റെ അമ്മയുടെ നായര് ഒരു ഊശാടിയും വെച്ച് ഡോക്ടറാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. കോമൺ സെൻസ് വേണം. സെൻസ്. എന്റെ രാധികയെ 3-4 മണിക്കൂറോട് കഴിഞ്ഞ് എന്റെ നിലയാകെ വഷളാവും. അതിനുമുമ്പ് എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. നീ വാ. ജയേട്ടാ, അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഡോക്ടർ പറയുന്ന അനുസരിക്ക്. രാധികേ, മോനെ, എന്തിനാണ് ഇങ്ങനെ എല്ലാരും വിഷമിപ്പിക്കുന്നത്? അവിടെ ചെന്ന് ഇരിക്ക്. ജയേട്ടാ, പ്ലീസ്. സാറേ, എന്റെ പൊന്ന് സാറല്ലേ, പറയുന്ന ഒന്ന് കേൾക്ക്. മരുന്ന് കഴിച്ചാൽ മാറാത്ത അസുഖമൊന്നുമില്ല. ഒന്ന് നിർത്തണ്ടല്ലോ. എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല. രാധികേ, നീയെങ്കിലും എന്നെ വിശ്വസിക്കണം. എന്റെ കൂടെ ഒന്ന് വരണം. നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ വരാം. നോ, ഈ സമയത്ത് ഇവനെ കൊണ്ട് പുറത്തു പോകുന്ന അപകട. അത് സാരമില്ല, ജയേട്ടൻ വരും. മിസ്സസ് രാധിക മേനോൻ, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? ഈ അവസ്ഥയിലെ വെളിയിൽ വിടാൻ പറ്റില്ല. നിന്നെയൊക്കെ ഡോക്ടറാക്കി അവന് മുക്കാലി കെട്ടിയെടുക്കണം. രോഗിയെ കണ്ട തിരിച്ച് വയ്യാത്ത നായേ. ഷോക്ക് കൊടുക്കേണ്ടി വരും ഡോക്ടർ. ഡെഫിനറ്റ്ലി. പുറത്തു പോകണമെങ്കിൽ പെർമിഷൻ വേണം. എടാ പൊന്നപ്പ, എല്ലാരും കൂടി എന്നെ പ്രാന്തനാക്കി ഇതിനകത്തിട്ട് പൂട്ടാൻ പോവാ. നീ ഒന്ന് പറ, എനിക്കല്ല അവനാണ് വട്ടെന്ന്. ചേട്ടാ, എനിക്കല്ല വട്ട്, ഇവനാ വട്ട്. പട്ടി അവനെ പിടിയടാ. കയ്യും കാലം കെട്ടിയിട്ടാലും വേണ്ടില്ല, അവനിവിടെ കൊണ്ടുവരണം. സാർ, കാശ് തന്നിട്ട് പോടോ. സോറി, കാശ് എടുത്തിട്ടില്ല. വെയിറ്റ് ചെയ്യും, ഞാൻ അകത്തുനിന്ന് മേടിച്ചു തരാം. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോടോ. ആശാൻ എന്നെ തടയരുത്.
എനിക്ക് ഡോക്ടർ അത്യാവശ്യമായിട്ടൊന്ന് കണ്ടേ പറ്റൂ. പ്രശ്നം അതീവ ഗുരുതരമാണ്. ഭ്രാന്താശുപത്രിയുടെ മുമ്പേ നിന്ന് കയറിയപ്പോഴേ വിചാരിച്ചതാ ഭ്രാന്തനായിരിക്കും. എന്താ എന്താ എങ്ങോട്ട് ഈ തള്ളി കയറി പോണത്? കോൺഫിഡൻഷ്യലാ. എനിക്ക് ഡോക്ടർ റെസി ഒന്ന് കാണണം, വളരെ അത്യാവശ്യം. ഇന്ന് ഡോക്ടറുടെ കല്യാണ, പേഷ്യന്റ് നോക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പേഷ്യന്റ് അല്ല, ഡോക്ടറുടെ ഫ്രണ്ടാ. തോന്നും ഫ്രണ്ടാണെന്നും ബാക്കാണെന്നും ഒക്കെ തോന്നും. മക്കൾ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വാ. പേഷ്യൻ കെട്ടിന്റെ അടുത്തുണ്ടല്ലോ. നീയോ? അല്ല ഞാനാ, എന്റെ ഇഷ്ടമില്ല. ഒന്ന് വീഴാൻ പോയല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് ഇത്ര വലിയ മുഴയോ? എന്റെ പൊന്ന് സാറേ, ഈ ഗേറ്റിനുള്ളിൽ കയറാൻ നോക്കരുത്. ഈ വാച്ച്മാർക്കൊക്കെ വട്ടാ. ഈ എന്നെ ഉണ്ടല്ലോ, ഒരു ദിവസം മിനിമം 10 വാച്ച്മാരെങ്കിലും കഴുത്തെ പിടിച്ച് വെളി തള്ളാറുണ്ട്. മതിൽ ചാർന്നാണ് ബുദ്ധി. അയ്യേ, ആ ഇഞ്ചക്ഷൻ എനിക്കിട്ട് തന്നെ കിട്ടി. ഇപ്പൊ എല്ലാവരുടെ കൺമുമ്പിൽ ഞാൻ പ്രാന്തനാ. തനിക്ക് മാത്രമേ ഇപ്പൊ എന്നെ സഹായിക്കാൻ പറ്റൂ. വേഗം. ഈ സമയത്ത് നീ ഇതെങ്ങോട്ടാ? ഒന്ന് മുറിയിൽ പോയിട്ട് വരാം. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ എന്താ ഉയരം. ഇത്ര ബോധമല്ലാതെ താൻ ഈ കാര്യം ഹാൻഡിൽ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മെഡിസിൻ തന്നു വിടില്ലായിരുന്നു. വരാനുള്ളത് വഴി തങ്ങില്ല. ഇത് റോയ് തോമസ്. ഹലോ. ഇത് ഹുസൈൻ. ഹലോ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. ജ്യേഷ്ഠ, ആരാ മരിച്ചത്? എപ്പോഴാ ശവം എടുക്കുന്നത്? എന്ത്? ഇയാൾക്കെന്താ ചെവിടും കേട്ടൂടെ? ഈ ഏതാ? ഞാൻ ഭാസ്കരൻ, ജയകൃഷ്ണ സാറിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ.